ഇൻസ്പെക്ഷൻ ചേംബർ. ലക്ഷ്യം. ഈ വീഡിയോയിൽ ഇൻസ്പെക്ഷൻ ചേംബർ നിർമ്മിക്കുന്നതിൻ്റെ വിവിധ നടപടികൾ പഠിക്കാൻ പോകുന്നു. ഇൻസ്പെക്ഷൻ ചേംബർ നിർമ്മിക്കുന്നതിന് 8 മരക്കുറ്റി, ഇരുമ്പ് കമ്പി, കൂർത്ത പൈപ്പുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നോ, കട്ടി കുറഞ്ഞ കയർ, വാട്ടർ ലെവൽ, സ്പിരിറ്റ് ലെവൽ, പ്ലം ബോബ്, മെഷറിംഗ് ടേപ്പ്, ചുറ്റിക, ട്രവൽ, മൺവെട്ടി, ഇരുമ്പ് പാര, ട്രൈ സ്ക്വയർ, മോർട്ടാർ ചട്ടി, സിമന്റ്, മണൽ, കോഴ്സ് അഗ്രിഗേറ്റുകൾ, ഇഷ്ടികകൾ എന്നീ വസ്തുക്കളും ഉപകരണങ്ങളും ആവശ്യമുണ്ട്. നമുക്ക് ഇൻസ്പെക്ഷൻ ചേംബർ നിർമ്മിച്ചു തുടങ്ങാം. ചേംബറിന്റെ പുറം അളവ് 96 സെന്റിമീറ്റർ ഗുണം 96 സെന്റിമീറ്റർ വരുന്ന വിധത്തിൽ 8 മരക്കുറ്റികളോ ഇരുമ്പ് കമ്പികളോ കൂർത്ത പൈപ്പുകളോ ഉറപ്പിക്കുക. ആദ്യത്തെ കമ്പി എയിൽ ഉറപ്പിക്കുക. എ കമ്പിയിൽ നിന്നും 130 സെന്റിമീറ്റർ വലത്തു മാറി ബി കമ്പി ഉറപ്പിക്കുക. എയും ബിയും തമ്മിൽ യോജിപ്പിച്ച് ഒരു വര വരയ്ക്കുക. എ ബി വരയിലുള്ള പോയിന്റ് ബിയിൽ നിന്നും അകത്തേക്ക് 17 സെന്റിമീറ്റർ മാറി എ ബി വരയുടെ മുകളിൽ സി അടയാളപ്പെടുത്തുക. ഇനി സിയിൽ നിന്നും 17 സെന്റിമീറ്റർ താഴോട്ടെടുത്ത് പോയിന്റ് ഡി അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ കമ്പി ഉറപ്പിക്കുക. എ ബി വരയ്ക്ക് ലംബമായി 130 സെന്റിമീറ്റർ നീളത്തിൽ സിയെ മുറിച്ച് കടക്കുന്ന വിധത്തിൽ ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഡി ഇ വരയ്ക്കുക. എന്നിട്ട് പോയിന്റ് ഇയിൽ കമ്പി ഉറപ്പിക്കുക. ഡി ഇ വരയിലെ ഇയിൽ നിന്നും അകത്തേക്ക് 17 സെന്റിമീറ്റർ അളന്ന് എഫ് അടയാളപ്പെടുത്തുക. ഇനി എഫിൽ നിന്നും 17 സെന്റിമീറ്റർ വലത്തോട്ടെടുത്ത് പോയിന്റ് എച്ച് ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ കമ്പി ഉറപ്പിക്കുക. ഡി ഇ വരയ്ക്ക് ലംബമായി 130 സെന്റിമീറ്റർ നീളത്തിൽ എഫിനെ മുറിച്ച് കടക്കുന്ന വിധത്തിൽ ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ജി എച്ച് വരയ്ക്കുക. എന്നിട്ട് പോയിന്റ് ജിയിൽ കമ്പി ഉറപ്പിക്കുക. ജി എച്ച് വരയിലെ ജിയിൽ നിന്നും അകത്തേക്ക് 17 സെന്റിമീറ്റർ അളന്ന് കെ അടയാളപ്പെടുത്തുക. കെയിൽ നിന്നും മുകളിലേക്ക് 17 സെന്റിമീറ്റർ അളന്ന് പോയിന്റ് ഐയിൽ ഒരു കമ്പി ഉറപ്പിക്കുക. ജി എച്ച് വരയ്ക്ക് ലംബമായി 130 സെന്റിമീറ്റർ നീളത്തിൽ കെയെ മുറിച്ചു കടക്കുന്ന വിധത്തിൽ ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഐ ജെ വരയ്ക്കുക. എന്നിട്ട് പോയിന്റ് ജെയിൽ കമ്പി ഉറപ്പിക്കുക. ഇതോടെ എ ബി വരയിൽ നിങ്ങൾക്ക് പോയിന്റ് എൽ കിട്ടുന്നതാണ്. ഇപ്പോൾ 8 ഇരുമ്പ് കമ്പികൾ നമ്മൾ ഭൂനിരപ്പിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുഴി ഉണ്ടാക്കുന്നതിനായി 96x96 എന്ന അളവിൽ ചതുരത്തിലുള്ള ഒരു പുറം രേഖ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതനുസരിച്ച് കുഴിയുണ്ടാക്കുക.
കുഴി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇരുമ്പ് കമ്പികളിലൂടെയും കയർ ചുറ്റുക. കയറിനെ ഇരുമ്പ് കമ്പികളിൽ ഒരേ പൊക്കത്തിൽ സമമായി ബന്ധിപ്പിക്കുന്നതിന് ആദ്യം തന്നെ എല്ലാ ഇരുമ്പ് കമ്പികളിലും വാട്ടർ ലെവൽ ഉപയോഗിച്ച് അടയാളമുണ്ടാക്കണം. അടയാളമെല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുഴി നനയ്ക്കുക. 1:4:6, അതായത് 1 കരണ്ടി സിമന്റ്, 4 കരണ്ടി മണൽ, 6 കോഴ്സ് അഗ്രിഗേറ്റുകൾ എന്ന അനുപാതത്തിൽ ഉണ്ടാക്കിയ സിമന്റ് കോൺക്രീറ്റ് കുഴിയിൽ ഇടുക. അതിനുശേഷം കയർ കോണോട് കോൺ പിടിച്ച് വാട്ടർ ലെവൽ അടയാളങ്ങളിൽ നിന്ന് കുഴി എല്ലായിടത്തും സമമാണോ എന്ന് പരിശോധിക്കണം. അതിനുശേഷം വാട്ടർ ലെവൽ അടയാളത്തിലൂടെ ഭൂനിരപ്പിന് സമാന്തരമായി എ, ബി, ഡി, ഇ, എച്ച്, ജി, ഐ, ജെ, എ എന്ന ക്രമത്തിൽ കയർ കെട്ടുക. അപ്പോൾ ഉണ്ടാകുന്ന ചതുരം 96x96 എന്ന അളവിലായിരിക്കും. ഇനി പരിശോധിക്കുകയാണെങ്കിൽ കയർ കെട്ടിയിരിക്കുന്ന എല്ലാ ഭാഗത്തും കുഴിക്ക് ഒരേ ആഴമായിരിക്കും ഉണ്ടാവുക. 1:4, അതായത് 1 കരണ്ടി സിമന്റ്, 4 കരണ്ടി മണൽ എന്ന അനുപാതത്തിൽ ഉണ്ടാക്കിയ സിമന്റ് മോർട്ടാർ കുഴിയുടെ 4 മൂലയിലും ഇടുക. കയറുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന മൂലയിലൂടെ സിമന്റ് മോർട്ടാറിൽ കല്ലിട്ട് ഒരു പോയിന്റ് ഉണ്ടാക്കുക. ഈ പോയിന്റിൽ ട്രവൽ ഉപയോഗിച്ച് ഒരു സമകോണം ഉണ്ടാക്കുക. ഇൻസ്പെക്ഷൻ ചേംബറിനായി ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കുന്ന രൂപത്തിന്റെ പുറംമൂല ഇതായിരിക്കും. മെഷറിംഗ് ടേപ്പ് കൊണ്ട് അളന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 പോയിന്റുകളുടെയും ഇടയിലുള്ള നീളം 96 സെന്റിമീറ്റർ ആണെന്ന് ഉറപ്പാക്കുക. അളവ് ഒന്നുകൂടി കൃത്യമാക്കാൻ ഒരു പ്ലംബ് ബോബ് ഉപയോഗിച്ച് 4 പോയിന്റുകളും കണ്ടുപിടിച്ച് ഒരു ട്രവൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. 1:4, അതായത് 1 കരണ്ടി സിമന്റ്, 4 കരണ്ടി മണൽ എന്ന അനുപാതത്തിലുണ്ടാക്കിയ സിമന്റ് മോർട്ടാർ ചതുരാകൃതിയുടെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന സിമന്റ് കോൺക്രീറ്റിന്റെ മുകളിൽ 20 സെന്റിമീറ്റർ വീതിയിലും 2 സെന്റിമീറ്റർ കട്ടിയിലും ഇടുക. കുഴിയിൽ വയ്ക്കുന്നതിന് മുൻപ് ഇഷ്ടികകൾ നനയ്ക്കുക. ഇനി ഇഷ്ടികകൾ പാകി തുടങ്ങുക. ആദ്യത്തെ വരി സ്ട്രെച്ചർ ബോണ്ട് ശൈലിയിലാണ് പാകുന്നത്. ഇഷ്ടിക നിർമ്മിതിയുടെ അകത്ത് ഉള്ള വിടവ് 45x45 സെന്റിമീറ്റർ ആണെന്ന് ഒരു മെഷറിംഗ് ടേപ്പ് കൊണ്ട് അളന്ന് ഉറപ്പാക്കുക. പുറം ഭാഗത്തും അളന്ന് 96x96 സെന്റിമീറ്റർ ആണെന്നും ഉറപ്പാക്കുക. ഇനി ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പുകൾ വയ്ക്കുക.
ഇൻലെറ്റ് പൈപ്പിനേക്കാളും 2 സെന്റിമീറ്റർ താഴ്ന്നാണ് ഔട്ട്ലെറ്റ് പൈപ്പ് വയ്ക്കുന്നത്. പൈപ്പിന്റെ അടിയിൽ സിമന്റ് മോർട്ടാർ ഇട്ട് പൊക്കം ക്രമീകരിക്കാൻ കഴിയുന്നതാണ്. ഇൻലെറ്റ് പൈപ്പിനേക്കാളും കുറച്ചായിരിക്കണം ഔട്ട്ലെറ്റ് പൈപ്പിന്റെ അടിയിൽ സിമന്റ് മോർട്ടാർ ഇടേണ്ടത്. ഇൻലെറ്റ് പൈപ്പിനേക്കാളും താഴെയാണ് ഔട്ട്ലെറ്റ് പൈപ്പ് എന്ന് ഒരു സ്പിരിറ്റ് ലെവൽ വെച്ച് പരിശോധിക്കുക. 2 പൈപ്പുകളുടെയും അടിയിൽ സിമന്റ് മോർട്ടാർ ഇടുമ്പോൾ 2 പൈപ്പുകളുടെയും ഇൻലെറ്റ് അറ്റം ഔട്ട്ലെറ്റ് അറ്റത്തിനേക്കാൾ ഉയരത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ വെള്ളം അകത്തേക്കും പുറത്തേക്കും നല്ല രീതിയിൽ ഒഴുകുകയുള്ളൂ. വലിയൊരു വളവുണ്ടാകുന്ന വിധത്തിലായിരിക്കണം ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പുകൾ പാകേണ്ടത്. ഇക്കാര്യം പൈപ്പുകൾ പാകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ വേറെ ശാഖകൾ ഉണ്ടെങ്കിലും വലിയൊരു വളവ് കിട്ടുന്ന വിധത്തിലായിരിക്കണം അവ പാകേണ്ടത്. സൂക്ഷിച്ചു നോക്കിയാൽ 4 വരി ഇഷ്ടികകളുടെയും അറ്റം കൂടിച്ചേരുന്ന ഇടത്ത് വിടവ് കാണാം. അവയ്ക്കിടയിൽ ഇഷ്ടിക കഷ്ണങ്ങൾ വെച്ച് വിടവ് അടയ്ക്കുക. ഇനി ഇൻലെറ്റ് പൈപ്പിന്റെയും ഔട്ട്ലെറ്റ് പൈപ്പിന്റെയും വശങ്ങളിലും ഇഷ്ടികകൾക്കിടയിലെ വിടവിലും സ്ട്രെച്ചർ ബോണ്ടിന്റെ മുകൾ ഭാഗത്തും 1:4 അഥവാ 1 കരണ്ടി സിമന്റ് 4 കരണ്ടി മണൽ അനുപാതത്തിലുണ്ടാക്കിയ സിമന്റ് മോർട്ടാർ ഇടുക. ഇനി രണ്ടാമത്തെ നിര ഹെഡർ ബോണ്ട് ശൈലിയിൽ വയ്ക്കുക. അടുത്തത് സ്ട്രെച്ചർ ബോണ്ട് ശൈലിയിലും അതിനടുത്തത് ഹെഡർ ശൈലിയിലും ആയിരിക്കും. ഭൂനിരപ്പിന് മുകളിൽ എത്തുന്നതുവരെ ഇതുപോലെ തന്നെ ഇഷ്ടികകൾ പാകുക. 1, 3, 5 നിരകളും 2, 4, 6 നിരകളും ഒരുപോലെ വരുന്ന വിധത്തിലായിരിക്കണം ഇഷ്ടികകൾ അടുക്കി വയ്ക്കേണ്ടത്. അങ്ങനെ ഇൻസ്പെക്ഷൻ ചേംബറിന്റെ രൂപം ഇംഗ്ലീഷ് ബോണ്ട് ശൈലിയിലാണ് പണിയേണ്ടത്. ഇൻസ്പെക്ഷൻ ചേംബർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൂലകൾ തമ്മിൽ 90 ഡിഗ്രി ആണെന്നൊരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഇടയ്ക്കിടെ പരിശോധിക്കണം. ഇഷ്ടികകൾ സമമായാണ് വച്ചിരിക്കുന്നത് എന്ന് ഒരു സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ച് പരിശോധിക്കുക. ഇഷ്ടികകൾ കുത്തനെയാണെന്ന് ഒരു പ്ലം ബോബ് വെച്ചും പരിശോധിക്കുക. കൂടാതെ ഇഷ്ടികൾ സമമാണോ എന്ന് ഒരു സ്പിരിറ്റ് ലെവൽ വെച്ചും പരിശോധിക്കുക. അവസാനമായി ചേംബറിന്റെ ഉൾഭാഗത്തെ ചുറ്റളവ് അളന്ന് 45x45 സെന്റിമീറ്റർ ആണെന്ന് ഉറപ്പാക്കുക. ഭൂനിരപ്പിന് മുകളിൽ ഒരു വരി ഇഷ്ടിക വരുന്നത് പോലെ ആയിരിക്കണം ഇൻസ്പെക്ഷൻ ചേംബർ നിർമ്മിക്കേണ്ടത്. കുഴിച്ച കുഴിയുടെയും ഇൻസ്പെക്ഷൻ ചേംബറിന്റെ പുറം ഭാഗത്തിന്റെയും ഇടയിലുള്ള വിടവിൽ മണ്ണ് നിറയ്ക്കുക. ഇൻസ്പെക്ഷൻ ചേംബറിന്റെ അകത്ത് ഇഷ്ടികകൾ അർദ്ധവൃത്താകൃതിയിൽ 2 വരിയായി പാകി ചാലുണ്ടാക്കുക. ഈ ചാൽ പൈപ്പുകളുടെ വ്യാസത്തിന് തുല്യമായിരിക്കണം. എന്നിട്ട് 1:4:6 അഥവാ 1 കരണ്ടി സിമന്റ് 4 കരണ്ടി മണൽ
6 കോഴ്സ് അഗ്രിഗേറ്റുകൾ എന്ന അനുപാതത്തിൽ ഉണ്ടാക്കിയ സിമന്റ് കോൺക്രീറ്റ് അർദ്ധവൃത്തങ്ങളുടെ വശത്ത് ഇടുക. 1:4 അഥവാ 1 കരണ്ടി സിമന്റ്, 4 കരണ്ടി മണൽ എന്ന അനുപാതത്തിൽ ഉണ്ടാക്കിയ സിമന്റ് മോർട്ടാർ വെച്ച് ഉൾവശത്തും 4 വശത്തും പ്ലാസ്റ്റർ ചെയ്യുക. ഉൾഭാഗത്ത് ഫ്ലഷ് കോട്ട് ചെയ്യുക. ഇൻസ്പെക്ഷൻ ചേംബറിന്റെ ചുറ്റും കെട്ടിയിരുന്ന കയറും ഇരുമ്പ് കമ്പികളും അഴിച്ചു മാറ്റുക. നിർമ്മിതിയെ തുടർച്ചയായ 7 ദിവസത്തേക്ക് നനയ്ക്കുക. ഇതിനെ പ്ലംബിംഗിൽ ക്യൂറിംഗ് എന്ന് പറയും. ഇവിടെ കാണുന്നത് പോലെ കോൺക്രീറ്റ് അടപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുകൾ ഭാഗത്തും പ്ലാസ്റ്റർ ചെയ്യണം. 1:8 അഥവാ 1 സിമന്റിന് 8 മണൽ എന്ന അനുപാതത്തിൽ ഉണ്ടാക്കിയ സിമന്റ് മോർട്ടാർ കവറിന്റെ വശത്തും ഇടുക. എന്നിട്ട് അടയ്ക്കുക. കാസ്റ്റ് അയൺ കവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവരണം മുകളിൽ ഉറപ്പിച്ച് ആവരണത്തിന്റെ അറ്റം മുതൽ പ്ലാസ്റ്റർ ചെയ്ത ശേഷം ഫ്ലഷ് കോട്ട് ഇടുക. കാസ്റ്റ് അയൺ കവർ സ്ഥാപിക്കുമ്പോൾ ദുർഗന്ധം പുറത്തു വരാതിരിക്കാൻ കവറിന്റെ വശത്ത് ടാറോ ഗ്രീസോ ഇടുക. സംഗ്രഹം. നമ്മൾ വിജയകരമായി ഇൻസ്പെക്ഷൻ ചേംബർ നിർമ്മിച്ചിരിക്കുന്നു. പാഠഭാഗം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.